അങ്ങനെയുള്ള വർക്കുകളുണ്ട്. ഇനി ഇതാ പൊങ്ങി വെച്ച കമ്പി കാണാം. ഇത് ജോയിൻറ്റിങ്ങിനുള്ള കമ്പികളാണ്. ആ ഭാഗത്തും അവിടെയൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു ബെൻഡൊക്കെ തോന്നുന്നുണ്ട്. എത്രത്തോളം സുരക്ഷിതമാണ് എന്നൊക്കെ നമുക്ക് ഇവിടെയൊക്കെ പൈലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പുഴേൻ്റെ ഭാഗത്തൊക്കെ പില്ലർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോരപ്പുഴ ഭാഗത്താണ്. കോരപ്പുഴ ഭാഗത്ത് നിന്ന് വെങ്ങളം ചേമഞ്ചേരി ഭാഗത്ത് വരെ പോകുന്നത്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മുടെ കോരപ്പുഴ വരുന്ന ഈ പാലത്തിന്റെ ഭാഗത്ത് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ കാണാൻ നമുക്ക് രണ്ട് സൈഡിൽ പോകുന്ന വാഹനങ്ങളും ഇപ്പൊ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള പാലത്തിലൂടെയാണ് പോകുന്നത്. പഴയ പാലം റീവർക്കൊക്കെ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. അതിന്റെ വർക്കുകളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. ഇവിടെ കാണാൻ രണ്ട് സൈഡിലൂടെ വരുന്ന വാഹനങ്ങളും ഒരേ പാലത്തിലൂടെയാണ് വരുന്നത്. കണ്ടില്ല, രണ്ട് സൈഡിലേക്കും ഒരേ പാലത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ പഴയ പാലം റീവർക്കുകൾ കുറച്ച് ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും പഴയ പാലം ആയതുകൊണ്ട് കുറച്ച് വീതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അധികവും ഇതുപോലെ പഴയ പാലം റീവർക്ക് ചെയ്തിട്ടാണ് എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കുറേ ഭാഗങ്ങളിൽ കോഴിക്കോട് മാത്രമല്ല നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ അങ്ങനെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം, അവിടെ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ പുതുതായിട്ടൊരു പാലം കൂടെ വരുന്നുണ്ട് തോന്നുന്നത്. അതിൻ്റെ വർക്കുകൾ പകുതി ആയിട്ടുണ്ട്. ഇവിടെ കാണാം, നമുക്ക് ഇവിടെ പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പുറത്ത് അവിടെ കുറേ പില്ലറിൻ്റെ വർക്കുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് അടുത്ത് പോയി നോക്കാം. ഇവിടെയൊക്കെ പൈലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പുഴേൻ്റെ ഭാഗത്തൊക്കെ പില്ലർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത് പോയി നോക്കാം. ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ ആയിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ വരാത്ത പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മുടെ വ്യൂ കാഴ്ചക്കാർ വളരെ കുറവാണ്. കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് തരിക. കാണുന്നവർ പോലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, ലൈക്ക് ചെയ്യാതെയൊക്കെ കാണുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ കൂടുതൽ ഭാഗത്തേക്കൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കാണാൻ നമുക്ക് ഫില്ലർ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പുഴേൻ്റെ ഭാഗത്തുള്ള. ഇനി മുകളിൽ വരുന്ന ഭാഗമാണ് ചെയ്യാനുള്ള, ആ പാർട്ടാണ് ചെയ്യാനുള്ളത്. ഇവിടെയും ഇങ്ങനെ കാണാം. അപ്പോൾ ഈ പാലം കൂടെ ജോയിൻറ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല. ഇവിടെ ഒരു പുതിയ പാലം കൂടെ വരുന്നുണ്ട്. അപ്പുറത്ത് ഓൾറെഡി പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഫില്ലറിൻ്റെ വർക്ക് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി മുകളിൽ വരുന്ന ഭാഗം കൂടെ ചെയ്യാനുണ്ട്. ഇവിടെ ഇങ്ങനെ പോയ കാണാം നമുക്ക് നല്ല അടിപൊളിയായിട്ട്. ഇവിടെ തന്നെ ഒരു വീട് പുഴേൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അറിയാൻ സാധിച്ചത് ഇവിടെ പഴയ പാലും ഇപ്പോൾ നിർമ്മിക്കുന്ന ഈ പുതിയ പാലവും കൂടെ ജോയിൻറ്റിങ് ചെയ്തിട്ട് വീതി കൂടിയ ഒരു പാലമാക്കി മാറ്റാനാണ് പ്ലാന്. അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പോൾ ഇത് വലിയൊരു രീതിയിലുള്ള വലിയ ഫില്ലറുകളൊന്നുമല്ല കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് വലിയ വീതിയിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ടി ജോയിൻറ്റിങ്ങിന് വേണ്ടി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാലത്തിലൂടെ 3 ലൈനായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിന് നല്ല സുഖമായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ മറ്റു ഭാഗങ്ങളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കുറേ ഭാഗത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം, വെങ്ങളം ഭാഗത്തേക്ക്. സുഹൃത്തുക്കളെ, ഞാനിതാ ഈ പാലത്തിൻ്റെ മുകളിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഹൈവേയിൽ ഞാൻ നേരത്തെ കാണിച്ച ആ സ്പോട്ടിൽ വന്ന് ഒരു ലോറി ഇപ്പോൾ ടയർ പൊട്ടിയിട്ട് മറിയാതെ എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടയായ ടയർ ഉപയോഗിച്ച് നിങ്ങൾ വാഹനം ഓടിക്കാതിരിക്കുക. കണ്ടില്ലേ, അവിടുന്ന് കൊണ്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഒരതി പോയിട്ട് ടയറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതാണ് കുറച്ച് മുന്നേ ഞാൻ ഈ ഇവിടുന്ന് വീഡിയോ എടുത്തുള്ളൂ. അപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ ഇതാണ് ആക്സിഡൻറ്റ് തട്ടിയ വണ്ടി. ആ വണ്ടീൻ്റെ ഡ്രൈവറാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തേക്ക്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലുള്ള വാഹനങ്ങളുമായിട്ട് റോട്ടിലേക്ക് ഇറങ്ങാതിരിക്കുക.
കറക്റ്റായിട്ട് സോളില്ലാത്ത ഇങ്ങനെ മൊട്ടയായ ടയർ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ കൊണ്ടുവരാതിരിക്കുക. വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ റോട്ടിൽ നിന്ന് ആക്സിഡൻറ്റുകളൊക്കെ സംഭവിച്ചാൽ മറ്റുള്ള വാഹനങ്ങൾക്ക് കൂടെ. അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ടയർ പൊട്ടുകയാണെങ്കിൽ മറ്റുള്ള വാഹനത്തിലൊക്കെ പോയിട്ട് ഇടിച്ചിട്ട് വലിയ ആക്സിഡൻറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ വാഹനത്തിനും മറ്റുള്ള വാഹനത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല സേഫ്റ്റിയായ ടയർ ഉപയോഗിച്ച് അതുപോലെ നല്ല കണ്ടീഷനൊക്കെ ഉള്ള വണ്ടികളൊക്കെ ആയിട്ട് റോട്ടിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഇതൊരു ലോഡിങ് വണ്ടിയാണ്. ഇത്രയും വലിയ ലോഡൊക്കെ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ പിടിച്ചാൽ കൺട്രോൾ കിട്ടൂല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങളായിട്ടൊന്നും വരാതെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ പുതിയൊരു വാർത്ത എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ തുറന്നു കൊടുക്കുന്നുള്ള ഒരു വാർത്തകളൊക്കെ കേട്ടിരുന്നു. എത്രത്തോളം ക്ലിയർ ആവണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പന്തീരങ്കാവ് ഭാഗത്ത് ടോൾ പ്ലാസൻ്റെ ഭാഗത്തേനെ വർക്ക് ഫുള്ളായിട്ടില്ല. അവിടെയും വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെ പാലത്തിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്. കൂടാതെ അറപ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് വർക്കുകൾ ബാക്കിയുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്ന ഭാഗങ്ങളിലൊക്കെ സെൻറ്ററിൽ കുറേ ഭാഗത്ത് ക്രാഷ് ബാരിയർ വെച്ചിട്ടില്ല. അതുകൂടാതെ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷനിലെ കുറച്ച് തൊട്ടടുത്ത് സെൻറ്ററിൽ ക്രാഷ് ബാരിയർ വെക്കാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടക്കുന്നുണ്ട്. അങ്ങനെ തൊണ്ടയാട് ഭാഗത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇനിയും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ കഴിയാനുണ്ട്. എന്തുകൊണ്ടാണ് തുറന്നു കൊടുക്കുന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്ന് അറിയില്ല. അപ്പോൾ ഒരുപാട് ഭാഗത്തും ഇനിയും ഫിനിഷിങ് വർക്കുകൾ, കുറേ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ, ലൈറ്റ് വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയും കഴിയാനുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള റീച്ച് തുറന്നു കൊടുക്കാന്നുള്ള വാർത്തകൾ പറയുന്നൊക്കെ കേട്ടിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത്രയും ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചേമഞ്ചേരി ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും വർക്കുകൾ വളരെ കുറവാണ് കഴിഞ്ഞിട്ടുള്ളത്. വെങ്ങളം ഭാഗം വരെ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ റോഡ് അങ്ങോട്ട് വളരെ മോശമാണ്. നമുക്ക് പോയി നോക്കാം. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ബോർഡുകളൊക്കെ വെച്ചത് കാണാം. നമുക്ക് ഹെവി വെഹിക്കിള്, ട്രക്ക്, അങ്ങനെയുള്ള മറ്റുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ള ട്രാക്ക്, അതുപോലെ കാറ്, മറ്റുള്ള ലൈറ്റ് വെഹിക്കിളുകൾക്ക് പോകാനുള്ള ട്രാക്ക്, ഓവർടേക്കിംഗ് ട്രാക്ക് പറഞ്ഞിട്ടുള്ള ബോർഡുകളൊക്കെ വെച്ച് കാണാം. അത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടുന്ന് ഹൈവേ വീണ്ടും സർവീസ് റോഡിലേക്ക് തിരിച്ചാണ് വിട്ടിട്ടുള്ളത്. വെങ്ങളം ഭാഗത്തുനിന്ന് ഇനി ചേമഞ്ചേരി ഭാഗം വരെയൊക്കെ പോകുന്ന ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് ഒന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഞാൻ തിരുവങ്ങൂർ എത്തിയിട്ടുണ്ട്. തിരുവങ്ങൂർ വന്നിട്ടുള്ള ഓവർപാസ് ഇതാണ്. തിരുവങ്ങൂർ ഭാഗത്തൊക്കെ ഇനിയും വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ സർവീസ് റോഡിന്റെ കാര്യം തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പൊളിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി ഈ ഓവർപാസ് ജോയിന്റിങ് ഒക്കെ ചെയ്യാനുണ്ട്. സോറി, അണ്ടർപാസ് ആണ്, ഞാൻ മാറി പറഞ്ഞാണ്. അപ്പൊ അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ കുറെ വർക്കുകൾ ഇനിയും ചെയ്യാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള ഭാഗങ്ങളിലും ഈ ഭാഗങ്ങളിലൊക്കെയാണ് പൊടി പിടിച്ച് കിടക്കുന്ന സർവീസ് റോഡിന്റെ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. ഈ അണ്ടർപാസിന്റെ ഉള്ളിലൊന്നും വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം അങ്ങോട്ട്. ഇവിടെ നമുക്ക് കാണാം ഇനി ഇത് ജോയിന്റ് ചെയ്യുന്ന വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. ഇവിടെ മണ്ണ് നിറച്ചുള്ള ഇതുപോലുള്ള വലിയ വാളാണ്. ഇതൊക്കെ തള്ളിപ്പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത് തന്നെ. കണ്ടില്ലേ, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ബെൻഡൊക്കെ തോന്നുന്നുണ്ട്. എത്രത്തോളം സുരക്ഷിതമാണ് എന്നൊക്കെ നമുക്ക് മഴയും 1-2 വർഷമൊക്കെ കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റുള്ള ഭാഗത്തെ കാഴ്ചകൾ എന്താ നോക്കാം. അപ്പോൾ ചേമഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ ഭാഗമാണ് ഇത്. ഈ ഭാഗത്തുള്ള യാത്രയാണ് പൊടിയിലൂടെയുള്ള ഒരു യാത്ര. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റോഡ് പൊളിഞ്ഞ്
വാഹനങ്ങൾ ഇത് സ്ഥിരമായിട്ട് ഇത് വഴി പോയിട്ടൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി മുകളിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ട പാലത്തിൻ്റെ മുകളിലേക്ക്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗമാണ് ഇതുപോലെ സിമെൻറ്റ് മിക്സ് ഒക്കെ ചെയ്ത് കുറച്ച് ഭാഗം ഇവിടെയൊക്കെ ടാറിങ് ഉണ്ട്, കുറച്ച് മുന്നോട്ട് അങ്ങോട്ട് സിമെൻറ്റ് മിക്സും ടാറിങ് ഒക്കെ ആയിട്ട് ചരല് പൊടിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ സൈഡിൽ ഒരു റോഡും കൂടെ ഉണ്ട്, നമ്മുടെ ഹൈവേൻ്റെ മറ്റൊരു ഭാഗം. അവിടെ ഈ 2 സ്റ്റെപ്പായിട്ടാണ് ഇവിടുത്തെ ഒരു രീതിയിലാണ്, അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ റാമ്പ് പോലെ, ചെറിയൊരു റാമ്പ് പോലെ നമ്മുടെ അണ്ടർപാസ് വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ വരുന്നതാണ്. കാരണം നമുക്കിപ്പോൾ സൈഡിലെ റോഡ്, അപ്പുറത്തൊരു JCB ഒക്കെ, ഇനി ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിയാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ, മണ്ണൊക്കെ താഴ്ന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വെള്ളമൊക്കെ ഇറങ്ങി. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങിയിട്ട് നോക്കാം. അണ്ടർപാസിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്ന വഴി. ഇപ്പം ഞാൻ കാണിച്ചല്ലോ, കണ്ടില്ലേ? അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് താഴ്ന്നിട്ടാണ് ഇവിടെ റോഡ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്ന ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണ് നിറച്ചത്, വെള്ളം ഇങ്ങനെ താഴ്ന്ന് പോയിട്ട് മണ്ണും കുറേയൊക്കെ താഴ്ന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ടൈം കൊടുത്തതായിരിക്കാം ഒരു പക്ഷേ. ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ മണ്ണ് നിറച്ച് വർക്ക് ചെയ്താൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം ഇറങ്ങി ഇങ്ങനെ മണ്ണൊക്കെ ഫില്ലാവാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരിക്കാം. ഇവിടെ കാണാം, മുകളിൽ വരുമ്പോൾ പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ക്രാഷ് ബാരിയർ ചെയ്യാൻ അങ്ങനെയുള്ള വർക്കുകളുണ്ട്. ഇനി ഇതാ പൊങ്ങി വെച്ച കമ്പി കാണാം. ഇത് ജോയിൻറ്റിങ്ങിനുള്ള കമ്പികളാണ്. ആ ഭാഗത്തും അവിടെയൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള ഒരു തിരുവങ്ങൂർ ഭാഗത്തു നിന്നുള്ള പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ മറ്റു സ്ഥലങ്ങളുടെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് വരുമ്പോൾ താഴ്ന്നു പോയി, തള്ളിപ്പോയി എന്നാണ് പറയാം. ഇത് വെള്ളം ഇറങ്ങിപ്പോയിട്ട് തള്ളിപ്പോയതാണ്. അതിന് ശേഷം ഇവർ കോൺക്രീറ്റ് കൊണ്ടുവന്നിട്ടതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ തള്ളിപ്പോയാൻ സാധ്യത ഉണ്ട് എന്നുള്ള. അങ്ങനെ ഇവിടെ കണ്ടില്ലേ, കോൺക്രീറ്റ് ഒക്കെ ഇട്ടതൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് വെള്ളം കൂടി നിന്ന്. അപ്പോൾ കുറച്ച് ടൈമൊക്കെ കൊടുത്ത് ഫില്ലാവുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് തിരുവങ്ങൂർ വരെയുള്ള പുതിയൊരു അപ്ഡേറ്റ്. നമ്മൾ കോരപ്പുഴ ഭാഗത്തു നിന്നാണ് വന്നത്. ഇവിടെ ഒരു സ്കൂളുണ്ട്, സ്കൂളിലേക്കൊക്കെ പോകുന്ന വഴിയാണിത്. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പൊടിയാണ്. ഇതുവഴിയുള്ള യാത്ര വളരെ പ്രയാസമാണ്. കുറേ വാഹനങ്ങൾ ഇങ്ങോട്ടും വരുന്നുണ്ട് സർവീസ് റോഡിലൂടെ. ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്രാഷ് ബാരിയറാണ് കൊടുക്കുന്നത്. കാണാം, നമുക്ക് കമ്പിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോരപ്പുഴ മുതൽ ഇവിടം വരെയുള്ള പുതിയൊരു അപ്ഡേറ്റ്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.